21-ാം നൂറ്റാണ്ടിൽ ദൈവസഭയിൽ വിശ്വാസികളായ ദൈവമക്കൾക്ക് പോലും സംഭവിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ പ്രവൃത്തികൾ കാരണം ഉണ്ടാകുന്ന പാപപ്രവൃത്തികളുടെ പരിഹാരത്തിനായി ഇതാ ഒരു ന്യൂറോ സർജൻ ഡോക്ടർ നെജി വിക്ടർ നമ്മളോടൊപ്പം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാം. ഉടൻ പ്രതിവിധി. ദൈവസാന്നിധ്യം എന്നും ജ്വലിച്ചു നിൽക്കുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന എണ്ണ നിങ്ങളിൽ പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് IPC ഫിലഡൽഫിയ ചർച്ച് സഭ അംഗങ്ങൾ ഒരുക്കുന്നു ഡോക്ടേഴ്സ് കെ. ഏവർക്കും സ്വാഗതം. എന്റെ വിഷയം പറഞ്ഞാലേ ആരാധനാ സമയമാകുമ്പോൾ ഞാൻ ഉറങ്ങും. എന്താണ് പ്രശ്നം അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് പാസ്റ്റർ പ്രസംഗം കേൾക്കുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. അതൊരു പ്രത്യേക രീതിയിലാണ് ഡോക്ടറെ ഞാൻ ഉറങ്ങുന്നത്. വായൊക്കെ തുറന്ന് വെച്ച് കൂർക്ക മനസ്സോളം. പക്ഷെ പാസ്റ്റർ പ്രസംഗത്തിനേക്കാൾ മുന്നിൽ എൻ്റെ കൂർക്കം വലിയാണ് നിൽക്കണേ. പിന്നെ എൻ്റെ അടുത്ത് ഗ്ലോറി എന്ന സഹോദരിയും കമല എന്ന സഹോദരി ഉണ്ടാവും. അവരെന്നെ തട്ടി വിളിക്കാറുണ്ട്. എന്നാലും ഞാൻ അറിയില്ല. ഉള്ളി വേദനിപ്പിക്കും. എന്നാലും ഞാൻ ഇരുന്നുറങ്ങും. അതൊരു മാരക രോഗമാണോ ഡോക്ടറെ? കണ്ണമ്മ, ഇതൊരു മാരക രോഗമല്ല. ഇതിന് മെഡിക്കൽ സയൻസിൽ ഉറക്കമേനിയ എന്നാ പറയുന്നത്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. അതേ പറ്റൂ. അതായത് കൂടുതലായിട്ട് നന്നായി പ്രാർത്ഥിക്കുക. പിന്നെ പ്രസംഗ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഉറക്ക ഹല്ലേലൂയ പറയുക. അങ്ങനെ വരുമ്പോൾ ഒരുപാട് മാറ്റം വരും. പിന്നെ ഒരു വഴിയുണ്ട്. അതായത് ഇപ്പോൾ അടുത്തിരിക്കുന്നവരല്ലേ കണ്ണമ്മ ഒന്ന് പറഞ്ഞു വയ്ക്കണം. അതായത് ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ ഒന്ന് തട്ടണേ എന്ന് പറഞ്ഞു വെച്ചാൽ അവർ തട്ടി ഉണർത്തും. പക്ഷേ അതും പറ്റിയില്ലെങ്കിൽ ഒരു വഴിയുണ്ട്. നമ്മൾ എന്താ വചനത്തിൽ എന്താ പറയുന്നത്? ഉണർത്തരുത് പ്രാർത്ഥിക്കണമെന്നല്ലേ. അപ്പോൾ അന്ത്യനാഴികയായതിനാൽ ശത്രുവിന് ഇടം കൊടുക്കാതെ ഉണർത്തരുത് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ അതിലോട്ട് വചനകാലത്തിൽ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചു വരുമ്പോൾ മാറ്റം ഉണ്ടാവും. അതിന് മരുന്ന് വേണ്ട, എല്ലാം ശരിയായിരിക്കും. കണ്ണമ്മ ഒന്ന് ശ്രദ്ധിച്ചോണ്ടാ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. ടോക്കൺ നമ്പർ 2 കിച്ചു. കിച്ചു എന്താ മോന്റെ പേര്? കിച്ചു എന്ന എൻ്റെ പേര്. എത്ര വയസ്സുണ്ട് മോനെ? 12 വയസ്സാണ്. പറഞ്ഞോ. ഡോക്ടർ മോന് ആരാധന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നൊരു സ്വഭാവമുണ്ട്. മൂത്ത് പിടിക്കാനെന്ന് പറഞ്ഞാണ് 4-5 പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് പോകും. മറ്റുള്ള കുട്ടികളെ ഒക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എന്താ മോനെ ഇങ്ങനെ? എനിക്കങ്ങനെ പ്രാർത്ഥനാ സമയത്ത് ആരാധന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നാത്തുള്ളൂ. ഇതൊരു മാരക രോഗമാണോ ചോദിച്ചാൽ ഒരു രോഗമാണ്. പക്ഷേ ഇതിനിപ്പോൾ എൻ്റെ കയ്യിൽ മരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ മോനെ പറഞ്ഞിട്ട് മനസ്സിലാക്കി നോക്കണം. എന്നിട്ട് വീണ്ടും ശരിയായാലും കൊണ്ടുവന്നാൽ നമുക്കൊരു കഷായം കൊടുക്കാം. അതുപോലെ വചനത്തിൽ പറയുന്നതാ വടി ശാസനയും ഞാനിട്ട് വിളാക്കുന്നല്ലേ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് നോക്കണം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് കഷായം കൊടുക്കാം. എൻ്റെ ഡോക്ടറെ, എനിക്ക് കഷായം വേണ്ട, ഞാൻ നന്നാവാം. ഓക്കെ ഓക്കെ മോനെ. അപ്പം ഇനി പുറത്ത് പോരുതേ. ടോക്കൺ നമ്പർ 3 കൊച്ചാപ്പൻ. കൊച്ചാപ്പനുണ്ടോ? കൊച്ചാപ്പനില്ലേ? ഓരോന്നുണ്ട്. നേരത്തെ വന്ന് ടോക്കൺ എടുത്തിട്ട് എവിടെ പോകണോ? അടുത്ത ടോക്കൺ വന്നേ. അവരാച്ചനാ? അവരാച്ചൻ
പക്ഷെ അവിടെ പടിയുണ്ട്, സൂക്ഷിച്ച് കയറണേ. പതുക്കെ. എന്താ പേര്? എന്റെ പേര് അമറാച്ചൻ എന്നാ. എത്ര വയസ്സുണ്ട്? എനിക്ക് 55 വയസ്സായി ഡോക്ടറെ. എന്ത് പറ്റിയ അവകാശത്തിന്? എനിക്ക് ആരാധന നേരത്ത് ഭയങ്കര വിശപ്പും കുത്തിവലിയുമാണ്. പിന്നെ ചില നേരങ്ങളിൽ ഞാൻ മൊബൈൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് നാളെ എന്ത് ചെയ്യണം ഡോക്ടർ? ഇതിന് നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ വയറ് കുത്തിവലിയെന്ന് പറയുമ്പോൾ നമ്മൾ നല്ലപോലെ ഭക്ഷണം കഴിച്ച് വയറ് നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകുക. അപ്പോൾ ഒരുവിധം ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ആവും. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനാണ്. പിന്നെ എന്തിനാ ഫോൺ പള്ളി കൊണ്ടുവരണേ? പിന്നെ ഞാൻ ആഹാരം കഴിച്ചിട്ടാ വരണേ, എന്നാലും വിശക്കും. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് വരുന്നെങ്കിൽ വിശപ്പ് തോന്നും. അപ്പോൾ എന്താ നമ്മുടെ വചനത്തിൽ എന്താ പറയുന്നത്? ഈ വചനം എന്നത് മൂർച്ചയേറിയ വാളാണ്. അത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളാണ്. സന്ധി മജ്ജകളെ കീറി മുളയ്ക്കുന്നതാണ്. അപ്പോൾ സന്ധി മജ്ജകളെ കീറി തുന്നുന്ന സമയത്തുണ്ടാകുന്ന കുത്തലായിരിക്കും. പിന്നെ ഫോൺ, നമ്മൾ ഒരു കാലത്ത് ഫോൺ ഇല്ലായിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. കുറച്ച് സമയം ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടല്ല. നമ്മൾ ചിന്തിച്ചാൽ ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്ന, നമ്മൾ ദൈവത്തിനായി തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥനയിലും ഭജന ധ്യാനത്തിലും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും. പിന്നെ ഭജന എന്നത് മായമില്ലാത്ത പാലാണ്. അപ്പോൾ അതിന് ഈ അഭിഷേക തൈലമുണ്ടോ 5 ml എടുക്കാൻ? കൊട്ടാഞ്ചുക്കായ തൈലുണ്ട്, അത് മതിയോ ഡോക്ടറെ? കൊട്ടച്ചുകാര തൈലമല്ല, അഭിഷേക തൈലുണ്ടോ? വിശ്വാസത്തിൽ വന്നിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ അഭിഷേക തൈലം 5 ml എടുക്കണം. എന്നിട്ട് അതിൽ ഈ ഭജന വന്ന മായമില്ലാത്ത പാല് കലർത്തി കുടിച്ചാൽ മതിയാവും. പിന്നെ ഫിലദൽഫിയ ഫാർമസി പോയി ചോദിച്ചാൽ അത് അവിടെ കിട്ടും. യാചിപ്പിൽ എന്നാൽ ലഭിക്കുമെന്നല്ല, അവിടെ പോയി ചോദിച്ചാൽ മതി, കിട്ടും. ആരാധനയുടെ മുൻപ് അത് കഴിച്ചിട്ട് കയറണം. അപ്പോൾ ശരിയാവും. ഓക്കെ ഡോക്ടറെ. നെക്സ്റ്റ് ടോക്കർ മെറീന. എന്താ പേര്? എൻ്റെ പേര് മെറീന. എത്ര വയസ്സുണ്ട്? 29 വയസ്സുണ്ട്. എന്ത് പറ്റി മെറീന? എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ഫോണും ടിവിയും ഒരു വീക്ക്നെസ് ആണ്. പിന്നെ ഇത് ഒരു മോഡേൺ യുഗമായതുകൊണ്ട് കുറച്ച് മോഡലിംഗ് കൂടെ ഉണ്ട്. അത് ഈ കാലത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് കഴിയുക? പിന്നെ എൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ജോലിയുണ്ട്, അതിനാൽ എന്നും ഡ്യൂട്ടിക്ക് പോകണം. ലീവ് പോലും കിട്ടാറില്ല. പലപ്പോഴും ആരാധനകൾക്ക് പ്രാർത്ഥനകൾക്ക് പോകണമെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷേ അത് പറ്റാത്തൊരവസ്ഥയാണ്. ഇതിന്റെ പ്രശ്നം ടിവിയും ഫോണുമാണ്. അപ്പോൾ ടി വി നമ്മൾ കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വരുന്നതാണ് നല്ലത്. പിന്നെ മേക്കപ്പ് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അത് അധികം ആകരുത്. നമുക്കൊരു ഭംഗി ദൈവം തന്നിട്ടുണ്ട്, അതൊരു നാച്ചുറൽ ഗ്ലൂ ആണ്. അതിനെ മോടി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചം നമ്മുടെ ബോഡിയിൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ജ്വലിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ എന്തോ ഒരു ശക്തി എന്നെ പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മുടക്കമാണ്. അതിനെന്ത് ചെയ്യണം ഡോക്ടർ? കൂടുതലായിട്ട് പ്രാർത്ഥനയിലും ആരാധനയിലും തന്നെ മുന്നേറി വരണം. പിന്നെ പരിശുദ്ധാത്മാവിനായിട്ട് നമ്മൾ കാത്തിരുന്ന ദൈവം അത് തരും. അപ്പം അത് പ്രാപിച്ച് വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതിൻ്റെ ഒരു വെളിച്ചവും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പിന്നെ മേക്കപ്പിനേക്കാളുമെല്ലാം അത് തന്നെയാണ് ഭംഗി. പിന്നെ ടി വിയും മൊബൈലും പറഞ്ഞ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയാവും. ഇതിന് മരുന്നിൻ്റെ ആവശ്യമില്ല. ഇതിന് മരുന്നിൻ്റെ ആവശ്യമില്ല. നിറയെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതൊക്കെ ശരിയായിക്കോളും. ഓക്കെ ഡോക്ടർ. ബോബി.
എപ്പോഴും കണ്ണ് തുറന്നിരിക്കണം. എനിക്ക് പാസ്റ്റർ വിശ്വാസികൾ എപ്പോഴും കണ്ടിട്ട് നന്നായി ആരാധിക്കാൻ കഴിയാറില്ല, കൈയടിച്ച് ആരാധിക്കാൻ കഴിയാറില്ല. നമ്മളിതൊരു നല്ല ശീലമല്ലല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കരുത്, നമ്മൾ വിശ്വാസത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. എനിക്ക് ആഗ്രഹമുണ്ട് ഡോക്ടറെ, പക്ഷെ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്ത് നമ്മൾ ആരാധനയിൽ പോകുമ്പോൾ പ്രാർത്ഥനാ സമയത്ത് ദൈവത്തെ മാത്രം മനസ്സിൽ മുന്നിൽ കണ്ട് ഹൃദയത്തിൽ ധ്യാനിച്ച് കണ്ണടച്ച് ഏകാഗ്രതയോടെ ഇരിക്കുക. പിന്നെ അതുപോലെ കൈ വീശി അടിച്ച് ആരാധിക്കുക, ഉച്ചത്തിൽ അടിച്ച് ആരാധിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു എക്സസൈസും കൂടെയാണ്, രക്തോട്ടം കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഈ യൗവനകാലം എന്ന് പറയുന്നത് വളരെ പ്രാർത്ഥനയും വചനധ്യാനം ആവശ്യമായ കാലം. യൗവനം ആരും തുച്ഛീകരിക്കരുതെന്നാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചു പോകണം. അന്ത്യകാലത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചു പോയി നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലും മുന്നോട്ട് പോയി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അത് നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു തരണം. പിന്നെ നല്ല ശക്തിയായിട്ട് കൈയടിക്കുക. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ തൈലം നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോഴത്തേക്ക് ദൈവം അനുഗ്രഹിക്കും. ഇതിന് മരുന്നൊന്നും വേണ്ട, ശ്രദ്ധിച്ചാൽ മതി, ശരിയായിരിക്കും. ഓക്കെ. ഇപ്പോൾ നാം ഓരോരുത്തരും കണ്ട ഈ ദൃശ്യാവിഷ്കാരം ഇന്ന് ഓരോ സഭയിലും നടക്കുന്ന സംഭവങ്ങൾ ക്രോഡീകരിച്ചാണ്. ഇത് എന്തുകൊണ്ട്, ആരാണ് കാരണം? ഇതൊരിക്കലും സാത്താന്റെ തന്ത്രങ്ങളല്ല. കാലം മാറുന്നതനുസരിച്ച് നാം മാറരുത്. വചനം ഒരിക്കലും മാറുന്ന ഒന്നല്ല. ഇതിനൊക്കെയും കാരണം നാം ഓരോരുത്തരാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥനയിലും ആരാധനയിലും കാണിക്കുന്ന മടുപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിന് മാറ്റമില്ല. നാമാണ്